കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും അവിടുത്തെ മഹത്വത്തിൻ്റെ തനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആ ഒരു ഉറപ്പ് എപ്പോഴും ഉണ്ടാവണം. സഹോദരങ്ങൾ, ഏതൊക്കെ വിഷയത്തിന്മേൽ ഭാരം അനുഭവിക്കുന്നു, അത് നമ്മുടെ സഹോദരങ്ങൾക്കറിയില്ല, അപ്പനറിയില്ല, അമ്മയ്ക്കറിയില്ല, കൂട്ടുകാർക്കറിയില്ല. പക്ഷേ ദൈവത്തിന് വ്യക്തമായി അറിയാം. ദൈവത്തിന് വ്യക്തമായി അറിയാം. മറ്റാരും അറിയാത്ത നമ്മുടെ വിഷയങ്ങൾ, മനസ്സിലാക്കാത്ത വിഷയങ്ങൾ, കൈവിട്ടുപോയ വിഷയങ്ങൾ, പലരും മറന്നുപോയത് ഒക്കെ വ്യക്തമായി മനസ്സിലാക്കി ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് ചോദിച്ച നമ്മുടെ സകല വിഷയങ്ങളുടെ മേലും അത്ഭുതങ്ങൾ ചെയ്ത, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവിടുത്തെ വചനത്തെ ഉറപ്പിക്കുന്നത് പോലെ ഇന്നും പകലും എനിക്കും നിങ്ങൾക്കും വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തി എന്നെ ഒന്ന് ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. കർത്താവിൻ്റെ ആത്മാവ് എല്ലാ കാലത്തും നമ്മളോട് കൂടെ ഇരിക്കും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവിടെ നമ്മളെ സകല സത്യത്തിലും, എന്ന് വെച്ചാൽ എങ്ങനെ വഴി നടത്തണമോ അങ്ങനെ പരിശുദ്ധ ആത്മാവിന് വഴി നടത്താൻ കഴിയും. ചൂടേറിയ യാത്രയിലും കുരലിലൂടെ നടക്കേണ്ടി വരുമ്പോഴും, കഷ്ടതയുടെ തീച്ചൂളയിലായിരുന്നാലും പൗലോസ്ലീഹ പറഞ്ഞതാ, കഷ്ടതയുടെ ഒരു വലിയ ലിസ്റ്റ് താൻ എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നു, ഇവിടെയും എന്നെ നടത്തുന്ന ഒരു ദൈവം, ആ ദിവസം വരെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ ഞാൻ ആശ വച്ചിരിക്കുന്നു. ആ കർത്താവ് എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ തയ്യാറാകുമെങ്കിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും സാധ്യങ്ങൾ സാധ്യമാക്കി എനിക്ക് സകലവും കഴിയുമെന്ന് പറയുന്ന ദൈവം. മോശ ചോദിച്ച ചോദ്യത്തിനും കർത്താവ് അതാണ് പറഞ്ഞത്, മോശേ, എൻ്റെ കരം കുറുതായി പോയിട്ടുണ്ടോ, എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുക. ഇന്നും പകലും ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുക. കാരണം ദൈവശബ്ദം കേട്ടിറങ്ങിയവരെ പകുതി വഴിക്കിട്ടേച്ചു പോകാൻ ഇടയാക്കുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. വാഗ്ദത്ത കനാലിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ പകുതി വഴിക്ക് പോകാനോ പിന്തിരിഞ്ഞു പോകാനോ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉറച്ചു നിൽക്കൂ. അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ നമ്മൾ കടക്കേണ്ടവരാകുന്നു. ജീവിതത്തിൽ വരുന്ന എല്ലാം നമുക്കൊരു ആത്മീയ മുതൽക്കൂട്ടിന് കാരണമാകും. ഓരോ വേദന വരുമ്പോഴും അടുത്ത ദിവസം തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ വിടുവിച്ച്, എന്നെ സഹായിച്ച്, എന്നെ ശക്തീകരിച്ച, എനിക്ക് കരുത്ത് നൽകിയ, ബലത്തോടെ എന്നെ നിർത്തിയ ഉന്നതനായൊരു ദൈവമുണ്ട് എന്ന് വിളിച്ചു പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുടനീളം വെളിപ്പെടുത്താൻ അവിടത്തേക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 20 വാക്യം നമ്മൾ ചിന്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 20-ാം വാക്യം, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു, കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു.
പൗലോസ്ലീഹയെ പറ്റിയാണ് ഈ ഭാഗം പറയുന്നത്. ആൾക്കാർ വിസ്മയിക്കാനുള്ള കാരണം എന്താണ് എന്ന അധ്യായം പരിശോധിച്ചാൽ മനസ്സിലാക്കും. സഭകളെ ഉപദ്രവിച്ച, ക്രിസ്തീയ മാർഗത്തെ കൊന്നുമുടിച്ച, അധികാരപത്രം കയ്യിലുണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ശൗൽ. നമുക്കറിയാം. പക്ഷേ ദമസ്കോസിൽ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം ശൗലിൻ്റെ മേൽ വെളിപ്പെടുത്തുകയാണ്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ണ് കാണാതായി. പക്ഷെ ഒരു ദൈവശബ്ദം, ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രം, മാന്യപാത്രമാണ്, എൻ്റെ നാമത്തിനു വേണ്ടി അനേക കഷ്ടങ്ങൾ സഹിക്കേണ്ട ഒരു പാത്രമാണ്. അങ്ങനെ അനന്യാസ് ശൗലിൻ്റെ മേൽ കൈവെക്കുകയാണ്. കാഴ്ചശക്തി മടങ്ങി വരികയാണ്. ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. പിന്നീട് എവിടൊക്കെ താൻ എതിർത്തു പറഞ്ഞോ, ഈ നാമത്തെ ഉപദ്രവിച്ചോ, അവിടൊക്കെ യേശു ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇടയായിത്തീർന്നു. അതാണ് പലരും ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടത്. നമ്മുടെ സബ്ജക്റ്റ് കഴിഞ്ഞ മിനിറ്റ് വരെ മുൻവിധിയോടെ കണ്ട ചില സബ്ജക്റ്റുകൾ ഇതെങ്ങനെ ഒരു ചേഞ്ചിലേക്ക് വരും, ഇതിന് വ്യത്യാസം വരാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ, ഒരിക്കലും ഇതിനൊരു വ്യത്യാസം വന്ന് കാണാൻ സാധ്യതയില്ലെന്ന് ലോകം പറയുന്ന നമ്മുടെ ചില വിഷയങ്ങൾ, ഞാൻ അതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അതിനെ ചേഞ്ച് വരുത്താൻ നസ്രായ യേശു ക്രിസ്തുവിന് കഴിയും. ഒറ്റ ഇടപെടലുകൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന് പറയാൻ നിയോഗമുള്ളത്, നാളുകളായി ഇനിയും ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടത്തില്ല, ഇതിൽ നിന്നൊരു മറുപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ചില വിഷയം. ശൗലിനെ പലരും ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ, സംശയിക്കുന്ന ചില വിഷയങ്ങൾ, അകത്ത് മന്ത്രിക്കുകയാണ്, ഇനിയും എന്തായിത്തീരും എന്ന് ചോദിക്കുന്ന വിഷയങ്ങൾ, പലരെയും നൊമ്പരപ്പെടുത്തുന്ന, മുള്ളുപോലെ കുത്തുന്ന ചില സബ്ജക്റ്റുകളെ നോക്കി ദൈവത്തിൻ്റെ വചനത്തിന് പറയാൻ ഉള്ളത് എല്ലാവരും ആശ്ചര്യപ്പെടുമാറ്, വിസ്മയിക്കുമാറ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ ദൈവ തേജസ് നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും നിങ്ങളെ വേദനിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ മേലും ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുത്തി പലർക്കും ആശ്ചര്യമാകുമാറ് ദേശത്തൊരടയാളമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആത്മാവിൻ്റെ അരുളപ്പാട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ആ വ്യക്തിക്ക് ഇനിയൊരു ചേഞ്ച് വരുമോ? എൻ്റെ തലമുറയ്ക്കൊരു ചേഞ്ച് വരുമോ? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇനി ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? എൻ്റെ സബ്ജക്റ്റ് ഇനിയും എന്തായിത്തീരും? മുറിപ്പെടുത്തുന്ന ചില വിഷയം, പലരെയും മുറിപ്പെടുത്തി വേദനിപ്പിച്ച വ്യക്തിത്വമാണ് ശൗൽ. പക്ഷേ മുറിപ്പെടുത്തുന്ന വ്യക്തിത്വത്തെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിച്ചതുപോലെ പലരുടെയും മുറിവുകൾ കെട്ടാൻ നിങ്ങളുടെ സബ്ജക്റ്റിനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. പലരെയും തിരിച്ചു വരുത്താൻ, ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരാൻ, ഇരുട്ടിലുള്ളവരെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ, ധൈര്യമില്ലാത്തവർക്ക് കരുത്ത് പകരാൻ, ആത്മീയ വെളിപ്പാടിലേക്ക് നയിക്കപ്പെടാൻ, ഏത് മാർഗത്തെ തകർത്ത് കളയാൻ നോക്കിയോ അതേ മാർഗത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ, സാക്ഷ്യങ്ങൾ വിളിച്ചു പറയാൻ, ആത്മാവിൽ ചിലരെ പ്രബോധിപ്പിക്കാൻ ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി അരുളപ്പാടറിയിക്കുന്നു. തകർന്നു പോകും എന്ന് ലോകം മുൻവിധിയോടെ നോക്കുന്ന ചിലതിനെ ദൈവത്തിൻ്റെ ആത്മാവ് പുതുക്കാൻ പോകുന്നു.
നിങ്ങളുടെ സബ്ജക്റ്റിനെ സ്വർഗമെടുക്കാൻ പോകുക. ദൈവ തേജസ് വന്നാൽ അതിന് ചേഞ്ച് വരും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ അതിന് വ്യത്യാസം വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി ജനത്തെ പീഡിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, ധൈര്യത്തെ ചോർത്തുന്ന, ഉറക്കത്തെ കെടുത്തുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടിയിൽ വരുന്ന പകൽക്കാലമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. നിങ്ങൾ നടക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹോളിസ്പിരിറ്റിൻ്റെ പവർ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ട്രാക്കുകൾ തിരുത്തപ്പെടുന്നു. ചില ട്രാക്കുകൾ ചേഞ്ചായി വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. പലർക്കും അത്ഭുതമാകുമാറ്, വിസ്മയിക്കത്തക്കമാറ്, മുഖത്ത് വിരൽ വെക്കത്തക്കരെ അങ്ങയുടെ പ്രവൃത്തി ഇൻ ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവ തേജസ് ഞങ്ങളുടെ വ്യക്തികളുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ചിലതിനെ കർത്താവ് വലിയ വ്യത്യാസത്തിലേക്ക് കൊണ്ടുവന്ന തകർക്കപ്പെട്ട ചില സബ്ജക്റ്റുകൾ, കൈവിടപ്പെട്ടു പോയത്, ലോകം പറയുന്നു ഇതിനൊരു വ്യത്യാസം ഇനി കാണില്ല എന്ന് പറഞ്ഞതിന് ഇന്ന് പകലിലും വ്യത്യാസം വരുത്താൻ കഴിവുള്ള സർവശക്തൻ്റെ ഇടപെടലുകൾ ആത്മാവിൽ ഞങ്ങൾ ദർശിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ മഹത്വത്തിനായി സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പദവിയിടത്തെങ്കിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ദൂത് വിശ്വസിക്കൂ. ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം, ഇന്നും വ്യത്യാസം വരുത്തുന്ന ദൈവം, ഇന്നും ദൈവ സാന്നിധ്യം ഇറക്കേണ്ടടുത്ത് ഇറക്കി ദൈവത്തിന് വേണ്ടവരെ, ദൈവം കണ്ടവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, ദൈവം തിരഞ്ഞെടുത്തതിനെ മാത്രമല്ല ചില സബ്ജക്റ്റുകൾക്ക് മുൻവിധിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരോട് ദൈവാത്മാവിന് പറയാനുള്ളത് അതിനെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തി പൊട്ടിപ്പോയതും നഷ്ടപ്പെട്ടതുമായ ചില വിഷയങ്ങളെ മടക്കി കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.